അദ്ദേഹത്തിനും 10-ൽ 10 സ്റ്റാർ. പിന്നെ ഇതിൽ പറയുന്നത് നടന്മാർ: പ്രഭാസ്, രാണ രഘുപതി, ജോൺ കോക്കൻ, അബിബി ശേഷ്, നാസർ, ടെൻകില്ല ഭരണി, ചരൺദീപ്, തേജോ കുക്കുമനു, വിജയൻ പ്രസാദ്, രാകേഷ് വാര്യ, രാജശേഖർ, സിംഗ കൗദരി, പിൻപോക് സൂര്യ, സുബരയ സമ. ഇങ്ങനെയുള്ള നടന്മാര്, ഈ ഇത്രയും നടന്മാർ, ഈ പേരൊക്കെ എങ്ങനെയാണെന്നുണ്ടെന്ന് എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പൊ ഇതിനു വേണ്ടി എഴുതിയെടുത്തതാണ്. ഇവരൊക്കെ ഏത് കഥാപാത്രം ചെയ്തെന്നും കുറച്ചുപേരെയൊക്കെ അറിയാവും, ബാക്കി എനിക്കും അറിയില്ല. പക്ഷെ ഇവരെല്ലാവരും നമ്മൾ ഈ പ്രധാന കഥാപാത്രങ്ങളെ കാണുന്നതിനൊപ്പം ഇവരവതരിപ്പിച്ച ഈ കഥാപാത്രങ്ങളോട് എന്തു പറയാനാണ്, എന്താ നീതി പുലർത്തിയിരിക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും ഒരു സീനിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും തെറ്റ് ചെയ്യണ തോന്നിയിട്ടില്ല. 100 കുറ്റങ്ങൾ കണ്ടെത്ത ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അത് ടെക്നോളജി വെച്ചോണ്ടിരിപ്പുണ്ട്. ഈ സിനിമ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഡീഫാൾട്ട്? എന്നാ പരിപാടി, ഈ നടന്മാരെല്ലാം അതിനകത്തുള്ളതാണ്. അവർക്കെല്ലാവർക്കും തന്നെ 10-ൽ 10 സ്റ്റാർ തന്നെ ഞാൻ കൊടുക്കണം. അതാണ് സിനിമ. അത് ചെയ്യണവനെ അറിയാവൂ. ചെയ്യാത്തവർക്ക് പല അഭിപ്രായവും പറയാൻ പറ്റും. ചെയ്യണവർക്കേ അറിയാവൂ. അതാണ് സിനിമ. പിന്നെ നടിമാർ: അനുഷ്ക ഷെട്ടി, തമന്ന ഭാട്ടിയ, രമ്യ കൃഷ്ണൻ, നോറ ഫെട്ടോഹി, രോഹിണി, സ്കാൾട്ട് മെല്ലിഷ്, വിൽസൺ, മധുസ്നേഹ, ഉപ്പുഡായി, ഗബ്രില്ല ബെൻ ടാൻവി, ഉച്ചുഡായി, പ്രീതി ഗുപ്ത, ഭാനുശ്രീ, കൽപ്പന ലത. ഇതൊരു ചരിത്ര സിനിമയാണെന്ന് ഓർമ്മിക്കണം. എത്ര വിഭാഗക്കാർ അഭിനയിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു സിനിമയിൽ എത്രയോ മതക്കാർ അഭിനയിക്കുന്നു. പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു മതത്തിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് അതിന്റെ പുറകെ പോണേ? അതിന് മലയാളത്തിലൊരു സിനിമയുണ്ട്. ആ ഒരു സിനിമയുടെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം. അത് ദേവിയുടെ വിഗ്രഹത്തിലോട്ടൊക്കെ ചവച്ചു തുപ്പണ ഒരു ചിത്രമാണ്. ഇടയ്ക്ക് സൂചിപ്പിച്ചെന്നുള്ളേ ഉള്ളൂ. ആ ചിത്രത്തില് ഏറ്റവും ഹെവിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ നടനാണ്. അതിന്റെ തിരക്കഥയും തിരക്കഥയും തയ്യാറായിരിക്കുന്നത് MD വാസുദേവൻ നായരാണ്. നിർമാലി എന്നാണ് ചിത്രത്തിന്റെ പേര്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ.